ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് പള്ളികളൊക്കെ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ സമയമാണ് കേട്ടോ അത്. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പള്ളികളിലൊക്കെ. നമുക്ക് ഡെക്കറേഷൻസൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലൂർദ് പള്ളിയിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്കാണ് വന്നിരിക്കണേ. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്മസ് ട്രീയും അവിടുത്തെ പുൽക്കൂടാണ് കേട്ടോ. പിന്നെ അതേ അവിടെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബട്ടർഫ്ലൈ കാണുന്നില്ലേ, പിന്നെ അപ്പുറത്തൊരു ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തൊപ്പിയൊക്കെ ഉണ്ട്. അതൊക്കെ ബോർണത്താലയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ബോർണത്താലയിൽ ഇതൊക്കെ പോണ വീഡിയോയൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴും കുറേ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് കാണാൻ പോയത് അവിടുത്തെ പുൽക്കൂടാണ് കേട്ടോ. പുൽക്കൂട് നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഇഗ്ലു സെറ്റപ്പിൽ നമ്മുടെ മഞ്ഞ് വീടൊക്കെ ഇല്ലേ, അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്കത് കാണാൻ പോയാലോ? വായോ. അപ്പോൾ അതേ നമ്മുടെ അവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കുറേ സ്റ്റാർസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റാറിൻ്റെ ഉള്ളിൽ പുൽക്കൂട് വെച്ചിട്ട് നമ്മുടെ പള്ളികളിൽ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് കേട്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാർ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായ വെച്ചുണ്ടാക്കിയിരിക്കുന്നത്, അത് ഒട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാറാണ് കേട്ടോ. കുറേ പണിയെടുത്തിട്ടുണ്ട് ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ രണ്ടാമത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചെറിയ കയറുകൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന സ്റ്റാറാണ്. അതിൻ്റെ ഉള്ളിലെ ഉണ്ണീശോ, മാതാവ്, ഔസേപിതാവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തൊരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷാഡോ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാതാവിനെയും ഉണ്ണീശോനെയൊക്കെ അതെങ്ങനെയാണ് അത് സെറ്റ് ചെയ്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേ വേറൊരു സ്റ്റാറുണ്ട്. അത് നമ്മുടെ നിയോൺ ലൈറ്റ്സൊക്കെ ഇല്ലേ, നിയോൺ ലൈറ്റ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സ്റ്റാറാണ്. അങ്ങനത്തെ ഒരുപാട് സ്റ്റാറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട സ്റ്റാറുകളില്ലേ, ആദ്യത്തെ 1-2 സ്റ്റാറുകൾക്കാണ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സ്റ്റാറുകളൊക്കെ കണ്ടു, നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം കണ്ട്. ഇത് നമ്മുടെ ലൂർദ് പള്ളിയിലെ പുറത്തത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.